ഒരു നാലംഗ കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയായ ജെയിൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കൊല്ലപ്പെടുന്നു. ജെയിൻ ആണെങ്കിൽ ആ സംഭവത്തിൽ തലക്കടിയേറ്റ് ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ സംഭവിച്ചതൊന്നും ഓർമ്മയില്ല. വർഷങ്ങൾക്ക് ശേഷം ജെയിൻ അവളുടെ കുട്ടിക്കാലത്ത് നടന്ന ഈ ദുരന്തത്തിന്റെ ചുരുൾ അഴിക്കുകയാണ്. എന്തായിരിക്കും അന്ന് ആ വീട്ടിൽ സംഭവിച്ചത്? അത് വീഡിയോ കണ്ടു തന്നെ അറിയാം. വർഷം 1985. കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ കൃഷിക്കാരനായ പാട്രിക്കിന്റെ അടുത്തേക്ക് അയാളുടെ കുടുംബത്തിലുണ്ടായ ഒരു ദുരന്ത വാർത്ത പറയാൻ എത്തിയിരിക്കുകയാണ്. പാട്രിക്കിന്റെ സഹോദരന്റെ ഭാര്യ, അവരുടെ ഇളയ മകൾ എന്നിവരെല്ലാം കൊല്ലപ്പെട്ട വാർത്തയാണ് അവർ അയാളോട് പറഞ്ഞത്. സഹോദരന്റെ മൂത്ത മകൾ ജെയിൻ മാത്രമാണെന്ന് രക്ഷപ്പെട്ടത്. വീടിന്റെ ഒരു മൂലയ്ക്ക് ആകെ പേടിച്ചരണ്ട് രക്തത്തിൽ കുളിച്ചിരിക്കുകയായിരുന്നു ആ പെൺകുട്ടി. ജെയിനിന്റെ കയ്യിൽ ഒരു ഷേവറും ഉണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് 25 വർഷങ്ങൾക്ക് ശേഷമുള്ള ദൃശ്യങ്ങളാണ്. ജെയിൻ ഇപ്പോൾ വളർന്നു വലുതായിരിക്കുന്നു. അവളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഈ പഴയ ഉപേക്ഷിക്കപ്പെട്ട വീടുകളില്ലേ, അവയുടെ ഫോട്ടോ എടുക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു അവൾ. പണ്ടത്തെ ആ ട്രാജഡിക്ക് ശേഷം അവളെ ഒരു ഫോസ്റ്റർ ഹോം ദത്തെടുത്തു. ഫോസ്റ്റർ ഹോം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മരിച്ച അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ നോക്കുന്ന സ്ഥലമാണ്. എന്നാൽ നമ്മുടെ ജെയിനിന് കുട്ടിക്കാലത്തെ പറ്റിയോ ഫാമിലി അന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റിയോ ഓർമ്മകളൊന്നുമില്ല. അവളിപ്പോൾ അലൻ എന്നയാളുടെ ഭാര്യയാണ്. അവർക്കൊരു മകളുമുണ്ട്, പേര് ആലീസ്. എന്നാൽ അവരും ആലീസും തമ്മിലുള്ള ബന്ധം അത്ര രസത്തിലല്ല. കാരണം അവൾക്ക് ഓർമ്മക്കുറവിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ മീറ്റിങ്ങുകളും മകളെ സ്കൂളിൽ നിന്നും വിളിച്ചു കൊണ്ടുവരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ മറക്കും. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ആലീസുമായി ഇങ്ങനെ വീടുകളുടെ ഫോട്ടോ എടുക്കുവാനായി നടക്കുമ്പോൾ ജെയിൻ തന്റെ കുട്ടിക്കാലത്തെ വീടിന് മുന്നിലെത്തി. പക്ഷെ ഓർമ്മക്കുറവുള്ളത് കൊണ്ട് തന്നെ അവൾക്കത് സ്വന്തം വീടാണെന്ന് മനസ്സിലായില്ല. പക്ഷെ അവൾക്ക് ആ വീട് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ആ വീടിനോട് എന്തോ കണക്ഷൻ ഉള്ളതുപോലെ. അതുകൊണ്ട് തന്നെ ആ വീടിന്റെ ഫോട്ടോസ് അവൾ ഒരുപാട് എടുക്കുന്നു. അമ്മയായ ജെയിൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കുമ്പോഴാണ് ആലീസ് ഒരു ജാക്ക് താഴെ കിടക്കുന്നത് കാണുന്നത്. ജാക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് കുട്ടികൾ കളിക്കുന്ന ഒരു സാധനമാണ്. അവളാണെങ്കിൽ ആ ജാക്ക് എടുത്ത് കയ്യിൽ പിടിച്ച് ആ സ്ഥലത്തിന്റെ ഉടമയോട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജെയിൻ കൗണ്ടി ആർക്കൈവിലേക്ക് വിളിച്ച് നേരത്തെ കണ്ട വീടിന്റെ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ചോദിക്കുന്നതാണ്. അവൾ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലൻ ആലീസുമായി മുകളിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഒരു കോളിംഗ് ബെൽ ശബ്ദം ജെയിൻ കേൾക്കുന്നത്. ഈ സമയത്ത് ആരാണാവോ എന്ന് ചിന്തിച്ചുകൊണ്ട് ജെയിൻ വീടിന്റെ മുൻവശത്തേക്ക് ചെല്ലുന്നു. അവൾ കാണുന്നത് പുറത്ത് റെഡ് റിബൺ ഒക്കെ കെട്ടിയ ചെറിയൊരു വെളുത്ത പെട്ടിയാണ്. അത് തുറന്നു നോക്കുമ്പോഴേക്ക് അവൾ കാണുന്നത് കുട്ടികൾ കളിക്കുന്ന ജാക്ക് കളിപ്പാട്ടമാണ്. അതിൽ നിന്നൊരു പഴുതാര വരികയും ആകെ പേടിച്ചു പോയ ജെയിന്റെ കയ്യിൽ നിന്നും ആ ബോക്സ് താഴേക്ക് വീഴുന്നു. പെട്ടെന്ന് അവൾ കാലുകൊണ്ട് അതിനെ ചവിട്ടിക്കൊല്ലുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ജെയിൻ ഇപ്പോഴും അവസാനം കണ്ട ഫാം ഹൗസിന്റെ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ചിത്രവും നോക്കി നിൽക്കുകയാണ്. ആ വീട് അവളെ എങ്ങനെയോ ആകർഷിക്കുന്നുണ്ട്. അവൾ പല സമയത്തും പല ലോകത്താണ്. ആ ചിത്രം നോക്കി നിന്ന് ആലീസിനെ സ്കൂളിൽ നിന്നും വിളിക്കാൻ അവൾ മറന്നു പോകുന്നു. അപ്പോഴേക്കും അലൻ അവളെ ഫോണിൽ വിളിച്ച് കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇതിപ്പോ ഈ ആഴ്ചയിൽ 2ാമത്തെ തവണയാണ് നീ മറക്കുന്നത്. പറ്റില്ലെങ്കിൽ പറ, ഞാൻ മോളെ വിളിച്ചോളാം. നോ സോറി അലൻ, ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങാം. ഒരു 20 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തും. ഓക്കെ ഫൈൻ, ഞാൻ സ്കൂളിൽ വിളിച്ച് പറഞ്ഞോളാം. ആലീസ് അതോടെ ധൃതിയിൽ കാറിൽ കയറി പോകുന്നു. പോകുന്ന വഴിയിൽ അവൾക്കൊരു കോൾ വരുന്നു. അപ്പുറത്ത് നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ്. എന്നാൽ ശബ്ദം ഇങ്ങനെ പൊട്ടി പോവുകയാണ്. അവൾ കരുതുന്നത് ആലീസ് ആണ് വിളിക്കുന്നതെന്നാണ്. മോളെ, എനിക്കൊന്നും വ്യക്തമാകുന്നില്ല. അവസാന ഫോണിൽ കൂടി ആ പെൺകുട്ടി പറയുന്നത് ഷീ വാണ്ട്സ് യു ടു കം ബാക്ക് എന്നാണ്. ആ സമയത്ത് റോഡിന് നടുവിൽ സ്വർണ്ണ മുടിയുള്ള ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ബ്ലോണ്ടെ എന്നാണ് അങ്ങനെ മുടിയുള്ളവരെ പറയാറ്. വേറെ ഏതോ ലോകത്തായിരുന്ന ജെയിൻ അവളെ കണ്ടതും പെട്ടെന്ന് കാർ വളയ്ക്കുന്നു. അതോടെ കാർ മറിഞ്ഞ് അവൾക്ക് പരിക്കേൽക്കുന്നു. ബോധം പോകുന്നതിന് മുന്നേ അവൾ കേട്ട അവസാനത്തെ വാക്കും അതുതന്നെയായിരുന്നു, യു നീഡ് ടു കം ബാക്ക്. ബോധം വരുമ്പോൾ ജെയിൻ ഹോസ്പിറ്റലിലാണ്. പക്ഷെ തൊട്ടടുത്തിരുന്ന ഭർത്താവ് അലനെയും മകൾ ആലീസിനെയും അവൾ തിരിച്ചറിയുന്നില്ല. ഡോക്ടർ അലനെ തന്റെ ഓഫീസിലേക്ക് ജെയിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായി വിളിപ്പിക്കുന്നു. അപകടത്തിൽ അവൾക്കുണ്ടായ പരിക്കുകൾ വലിയ കുഴപ്പമില്ലാത്തതാണ്. എങ്കിലും ആ ഇമ്പാക്ട് അവളുടെ പഴയ ഇഞ്ചുറി, അതായത് അവൾക്ക് ഓർമ്മക്കുറവുണ്ടാക്കിയ ഇഞ്ചുറി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. അതേസമയം ജെയിനിന്റെ അടുത്തേക്ക് ലിയാം എന്നൊരു സൈക്യാട്രിസ്റ്റ് വരുന്നു. ജെയിനിന്റെ ഓർമ്മക്കുറവ് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ലിയാം വന്നിരിക്കുന്നത്. പലതരം എക്സർസൈസുകളിലൂടെ അവളുടെ ഓർമ്മശക്തി തിരികെ എടുക്കാൻ സാധിക്കും. പക്ഷെ അതിന് സമയമെടുക്കും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്റെ മുറിക്ക് പുറത്തുകൂടി ആരോ ഓടിപ്പോകുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. അവൾ ആ കുട്ടിയുടെ പുറകെ ഓടി. അപ്പോൾ അവൾ കാണുന്നത് സൂസിയെയാണ്. ജെയിനിന്റെ കാർ ആക്സിഡന്റ് നടക്കുമ്പോൾ കണ്ട സ്വർണ്ണമുടിയുള്ള അതേ ബ്ലോണ്ടെ പെൺകുട്ടി അവളായിരുന്നു അത്. ശരിക്കും സൂസി എന്ന് പറഞ്ഞാല് ജെയിനിന്റെ മരിച്ചുപോയ അനിയത്തിയാണ്. അവൾ സൂസിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവൾ ഓടിപ്പോവുകയും എവിടെയോ ഒളിക്കുകയുമാണ്. അവൾ സൂസിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അലൻ അവളെ തോളിൽ തട്ടി വിളിക്കുന്നത്. വിളി കേട്ട് അവൾ പേടിച്ചു പോകുന്നു. പക്ഷെ അതേസമയം അവൾ അലനെയും മകളെയും തിരിച്ചറിയുന്നു. അലൻ മകളുമായി വീട്ടിൽ പോവുകയാണെന്നും രാവിലെ വരാമെന്നും അവളോട് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ലിയാൻ നൽകിയ ചില ടെസ്റ്റുകൾ ജെയിൻ വിജയകരമായി പൂർത്തിയാക്കുന്നതാണ്. ശേഷം അവൾ ഉറങ്ങാൻ പോകുന്നു. അതിനിടയിൽ തന്റെ ടാബിൽ അവളുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ ജെയിൻ നോക്കുകയാണ്. കാരണം അവളുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെടുന്നത് വഴി അവളുടെ ഓർമ്മകൾ കൂടുതൽ തിരികെ ലഭിക്കാൻ സാധിച്ചേക്കും. പെട്ടെന്ന് ആരോ മുറിയുടെ വാതിലിൽ മുട്ടുന്നു. അവൾ വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുൻപ് വീട്ടിൽ വെച്ച് കിട്ടിയ പോലെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു. അത് തുറന്നു നോക്കുമ്പോഴേക്ക് അതിലൊരു ഫീമെയിൽ ബാലറ്റ് ഡാൻസറിന്റെ രൂപമായിരുന്നു. കൂടാതെ അവൾ അവസാനം കണ്ട ഫാം ഹൗസിന്റെ ചിത്രവും. ആ ചിത്രം മറിച്ച് നോക്കുമ്പോൾ അതിലൊരു ഡേറ്റ് കാണുന്നു, ഒക്ടോബർ 10, 1985. ആ ഡേറ്റ് കണ്ടതോടെ അവൾ ആകെ അസ്വസ്ഥയാകുന്നു. അതേസമയം വീട്ടിലായിരുന്ന അലൻ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് വാതിൽ തുറക്കുന്നു. പക്ഷെ ആരെയും അവിടെ
കണ്ടില്ല. താഴെ ഒരു എൻവലപ്പിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അയാൾ കാണുന്നു. പിറ്റേ ദിവസം ആ ഡോക്യുമെന്റ്സുമായി അലൻ ജെയിനിനെ കാണാൻ വരുന്നു. അവസാനം അവൾ കണ്ട ഫാം ഹൗസ് ഇല്ലേ, അത് അവളുടെ തന്നെ ഫാം ഹൗസ് ആയിരുന്നു. മാത്രമല്ല ജെയിൻ തന്നെയാണ് ഈ ഡോക്യുമെന്റ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവളുടെ അങ്കിളായ പാട്രിക് ആയിരുന്നു ഇത്രയും കാലമായി അത് നോക്കിയിരുന്നത്. എന്നാൽ ഈ ഡോക്യുമെന്റ്സിന് വേണ്ടി അവൾ റിക്വസ്റ്റ് ചെയ്തതായോ അവൾക്ക് ഇങ്ങനെ ഒരു അങ്കിൾ ഉള്ളതായോ ജെയിനിന് അറിയില്ല. പക്ഷേ തന്നെ തന്നെ തിരിച്ചറിയുവാനായി തന്റെ ജീവിതവും കുട്ടിക്കാലവും അറിയുവാനുള്ള ഒരു അവസരമായി അവൾ ഇതിനെ കാണുന്നു. മാത്രമല്ല ജെയിൻ അവിടേക്ക് പോകുന്നത് അവളുടെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാൻ ഒരുപക്ഷെ സഹായിച്ചേക്കും. സ്വന്തം പാസ്റ്റ് അറിയുവാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അവൾ പാട്രിക്കിനെ ഫോൺ വിളിക്കുന്നു. ജെയിനാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അയാൾ ഷോക്ക് ആകുന്നു. നിന്നെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായെന്നും പക്ഷെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്നും പാട്രിക് അറിയിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അലനും ജെയിനും ആലീസും കൂടി അവളുടെ അങ്കിളിനെ കാണാനായി പോകുന്നു. പോകുന്ന വഴിയിൽ സ്വർണ്ണമുടിയുള്ള സൂസിയെ വീണ്ടും അവൾ കാണുന്നു. തന്റെ തോന്നലായിരിക്കും അതെന്ന് കരുതി അവൾ ആ വിഷൻസ് ഒക്കെ ഇഗ്നോർ ചെയ്യുന്നു. ജെയിനെ ഫോസ്റ്റർ കെയറിലേക്ക് അയച്ചതിന് പാട്രിക് അവളോട് ക്ഷമ ചോദിക്കുന്നു. കാരണം അയാൾക്കൊരു കുട്ടിയെ വളർത്താനൊന്നും അറിയില്ലെന്നും നിനക്ക് നല്ലൊരു ജീവിതം ലഭിക്കാനാണ് താനത് ചെയ്തതെന്നും പാട്രിക് അവളോട് പറയുന്നു. അയാൾ പൂട്ടിയിട്ടിരിക്കുന്ന ഫാം ഹൗസിന്റെ താക്കോൽ ജെയിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്റെ ഫാമിലിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ ഓർത്തു അത് നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമെന്ന്. നിന്റെ അച്ഛനും അമ്മയും സഹോദരിയും ആ വീട്ടിൽ വെച്ചാണ് മരണപ്പെട്ടത്. കൂടുതൽ വിശദീകരണം നൽകാതെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കേണ്ട എന്നും പറഞ്ഞ് അയാൾ പോകുന്നു. അയാൾ ചെയ്തു തന്ന സഹായങ്ങൾക്ക് അയാളോട് നന്ദി ഉണ്ടെങ്കിലും അവൾക്കിപ്പോഴും അയാളെ ഓർമ്മ വരുന്നേയില്ല. ശേഷം അവരെല്ലാവരും കൂടി ഫാം ഹൗസിലേക്ക് പോകുന്നു. അവിടെ ചെന്നിറങ്ങി അലൻ വീട് തുറന്നപ്പോഴേക്കും ജെയിൻ ആകെ നെർവസ് ആകുന്നു. വീടിനുള്ളിൽ കൂടി പുറകുവശത്തെത്തിയ അവൾ ആ ഫാം കാണുന്നു. ഫാം നോക്കി നിൽക്കുമ്പോഴേക്കും വല്ലാത്തൊരു ശബ്ദം അവൾ കേൾക്കുന്നു. ആ ശബ്ദം പിന്തുടർന്ന് അവൾ തോട്ടത്തിന്റെ നടുവിലേക്ക് എത്തിയപ്പോൾ ഒരു ചുവന്ന ബലൂണും അതിലൊരു കീയും കണ്ടെത്തുന്നു. കീയിലുണ്ടായിരുന്ന നോട്ടിൽ വെൽക്കം ഹോം എന്ന് എഴുതിയിരുന്നു. അതേസമയം അലനും ആലീസും ആ വീട് മുഴുവൻ നോക്കിക്കാണുകയായിരുന്നു. അങ്ങനെ നടന്ന് അവർ ജെയിനിന്റെ കുട്ടിക്കാലത്തെ മുറിയിലേക്ക് എത്തി. എന്നാൽ ആ മുറി ലോക്ക് ചെയ്തിരുന്നു. അലൻ ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റിയില്ല. അലൻ ആ ഡോറിന് മുകളിൽ താക്കോൽ പരതാൻ തുടങ്ങി. ഭാഗ്യത്തിന് താക്കോൽ അവിടെ നിന്നും കിട്ടി. അവർ വാതിൽ തുറന്ന് അകത്ത് കയറി. അവിടെ ഒരു മ്യൂസിക് ബോക്സും മറ്റു കളിപ്പാട്ടങ്ങളും അവർ കാണുന്നു. ആലീസ് എത്ര ശ്രമിച്ചിട്ടും മ്യൂസിക് ബോക്സ് തുറക്കാൻ സാധിച്ചില്ല. ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി. അലനാണെങ്കിൽ മുറിയുടെ താക്കോൽ മുറിയുടെ അകത്ത് വെച്ച് മറന്നു. അവർ പുറത്തേക്ക് ഇറങ്ങിയതും വാതിലടയുന്നു. തുറക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. താക്കോലും അകത്ത്. ഇനി ഈ മുറി തുറക്കാനും സാധിക്കില്ല. പിറ്റേ ദിവസം അടുത്തുള്ള ഒരു ടൗണിലേക്ക് അവർ പോകുന്നു. ജെയിൻ അവിടെയുള്ള ഒരു ആന്റിക് സ്റ്റോറിലേക്ക് കയറുന്നു. സ്റ്റോർ എക്സ്പ്ലോർ ചെയ്യുന്നതിനിടയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ ജെയിൻ ശ്രദ്ധിക്കുന്നു. അതിലെ വാർത്ത ഇതായിരുന്നു: ഫാം ഹൗസ് കൂട്ടക്കൊലപാതകം. ആ ന്യൂസ് പേപ്പർ എനിക്കൊന്ന് കാണാൻ സാധിക്കുമോ എന്ന് അവിടെ ഉണ്ടായിരുന്ന ക്ലർക്കിനോട് അവൾ ചോദിക്കുന്നു. അവർ ആ ന്യൂസ് പേപ്പർ ജെയിനിന് കൊടുക്കുന്നു. അതിൽ ഫാം ഹൗസിൽ സംഭവിച്ച ട്രാജഡി സംബന്ധിച്ച് വിശദമായി എഴുതിയിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ട ജെയിനിന് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്ന ചോദ്യം ലേഖകൻ എഴുതിയിരുന്നു. അപ്പോഴേക്കും ലിയാം ജെയിനിനെ ഫോണിൽ വിളിക്കുന്നു. കാരണം അന്ന് ജെയിനിന് ലിയാവുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ജെയിൻ ലിയാമിന്റെ അഡ്വൈസ് പ്രകാരം തന്റെ പഴയകാലം അറിയുന്നതിനായി ഫാമിലി ഫാമിലാണെന്ന് പറയുന്നു. ഞാൻ ക്ഷമ ചോദിക്കുന്നു. തിരക്കിൽ അപ്പോയിന്റ്മെന്റ് വിട്ടുപോയി. കുഴപ്പമില്ല, എന്തായാലും നീ നിന്റെ പാസ്റ്റ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ, ഞാൻ അതിൽ അഭിമാനിക്കുന്നു. അപ്പോഴാണ് ജെയിൻ നോക്കുമ്പോഴേക്ക് അല്പം അകലെയായി ലിയാം ഫോൺ വിളിക്കുന്നത് കാണുന്നത്. നിങ്ങളിപ്പോൾ എവിടെയാണ്? ഞാൻ ഓഫീസിലാണ്, എനിക്ക് അല്പം ജോലിയുണ്ടെന്നും പറഞ്ഞ് ലിയാം ഫോൺ കട്ടാക്കുന്നു. ലിയാം അവിടെ നിന്നും പോകുമ്പോൾ ജെയിൻ അയാളെ പിന്തുടരുന്നു. പുറത്തുള്ള കച്ചികളുടെ കെട്ടുകൊണ്ടുണ്ടാക്കിയ ഒരു മെയ്സിനുള്ളിലേക്ക് ലിയാം കയറിപ്പോകുന്നു. ജെയിൻ അയാളെ പിന്തുടർന്ന് മെയ്സിനുള്ളിലേക്ക് കയറി. അയാൾ വേഗത്തിൽ നടന്നുപോയി. ഓരോ വഴികളിലൂടെ വളഞ്ഞു പുളഞ്ഞ് ജെയിനും പോകുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ലിയാമിനെ കാണാതായി. അവളാണെങ്കിൽ വഴിയറിയാതെ അതിൽ പെട്ടുപോകുന്നു. ടെൻഷനും ആങ്സൈറ്റിയും വർദ്ധിച്ചപ്പോൾ ഒടുവിൽ മെയ്സിന്റെ ഭിത്തി പൊളിച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി. വേഗത്തിൽ അവൾ കാറിന്റെ അരികിലെത്തി. കാറിനുള്ളിൽ പുതിയൊരു ഗിഫ്റ്റ് ബോക്സ് അവൾ കാണുന്നു. ആകെ ഭയന്ന അവൾ ബോക്സ് എടുത്ത് പുറത്തെറിയുന്നു. എന്നാൽ ആകാംക്ഷ മൂലം അവൾ വീണ്ടും ആ ബോക്സ് തുറക്കുന്നു. ബോക്സ് തുറന്നപ്പോഴോ പകുതി കീറിയ ഒരു ഫോട്ടോ. അതിൽ കുഞ്ഞായിരുന്ന ജെയിനും അവളുടെ അനിയത്തിയായ സൂസിയും അമ്മയും ഉണ്ടായിരുന്നു. അമ്മയുടെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു. പിന്നീട് വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന ജെയിനെ ആലീസ് ഉണർത്തുന്നു. അവൾ കാര്യം അന്വേഷിച്ചപ്പോൾ പതുക്കെ സംസാരിക്കൂ, അല്ലെങ്കിൽ അവരെല്ലാവരും കേൾക്കുമെന്ന മറുപടിയാണ് ആലീസ് തന്നത്. ഒന്നും മനസ്സിലാകാത്ത ജെയിൻ ആലീസിനെ പിന്തുടർന്ന് സൂസിയുടെ മുറിയിലെത്തുന്നു. അവിടെ ജെയിൻ കാണുന്നത് തന്റെ അമ്മ സഹോദരിയായ സൂസിക്ക് ഗിഫ്റ്റായി മ്യൂസിക് ബോക്സ് നൽകുന്നതാണ്. ആലീസ് നമുക്ക് പോകാമെന്ന് ജെയിൻ പറയുന്നു. ആലീസ് ഇപ്പോൾ ഇവിടെ ഇല്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ജെയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അമ്മയുടെയും സഹോദരിയുടെയും പ്രേതം അവളെ നോക്കി നിൽക്കുന്നതാണ്. സൂസിയുടെ കയ്യിൽ ഒരു ഹാമർ ഉണ്ടായിരുന്നു. ആകെ ഭയന്ന ജെയിൻ തന്റെ പഴയ മുറിയിലേക്ക് പോകുന്നു. അവിടെ അവൾ കാണുന്നത് തന്റെ ചെറുപ്പത്തിലെ രൂപമാണ്. മാത്രമല്ല എവിടെ നിന്നോ ഒരു ഷേവർ അവളുടെ കയ്യിലെത്തുന്നു. എവിടെ നിന്നാണ് അത് വന്നതെന്ന് ജെയിൻ ഒരു പിടിയും കിട്ടുന്നില്ല. പേടിച്ചിരണ്ട ജെയിൻ ഓടി മുറിയിലേക്ക് ചെന്ന് അലനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അലനാണെങ്കിൽ ഉണരുന്നില്ല. അപ്പോഴേക്ക് സൂസി കട്ടിലിന്റെ അടിയിൽ നിന്നും വരികയും നീ ഞങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പറയുകയും ചെയ്തു. ജെയിൻ പേടിച്ചോടുകയും ക്ലോസറ്റിൽ കയറി വാതിലടയ്ക്കുകയും ചെയ്യുന്നു. പക്ഷെ സൂസി അവിടെ എത്തുന്നു. സൂസി ജെയിനെ അറ്റാക്ക് ചെയ്യുന്നു. അവർ തമ്മിലുള്ള സ്ട്രഗിളിനിടയിൽ ജെയിൻ സൂസിയെ നിലത്ത് കിടത്തി അവളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുകയാണ്. പെട്ടെന്ന് അവൾ മായാലോകത്ത് നിന്നും റിയാലിറ്റിയിലേക്ക് വരികയാണ്. ഇപ്പോൾ അവൾ മകളായ ആലീസിന്റെ മുറിയിലാണ്. മാത്രമല്ല അവളുടെ കൈകൾ ആലീസിന്റെ കഴുത്തിലും. പെട്ടെന്ന് ആലീസ് ഉണരുകയും അമ്മ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ഡ്രീമിൽ നിന്നും ജെയിൻ പുറത്തു വരികയും ആലീസിനോട് ഉറങ്ങിക്കോളാനും പറയുന്നു. ജെയിൻ
ആകെ പരിഭ്രാന്തിയിൽ സ്വന്തം മുറിയിലേക്ക് പോകുന്നു. കട്ടിലിനടിയിലൊക്കെ ജെയിൻ നോക്കുന്നുണ്ട്. അവിടെ എങ്ങും സൂസിയെ കണ്ടില്ല. പക്ഷെ അവിടെ നിന്നും അവൾക്കൊരു ജാക്ക് ലഭിക്കുന്നു. പിറ്റേ ദിവസം അവൾ പാട്രിക്കിന്റെ അടുത്തേക്ക് പോകുന്നു. അവളുടെ കുടുംബത്തിലെ ആ ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളുടെ മറുപടി അവൾ പാട്രിക്കിനോട് അന്വേഷിക്കുന്നു. എന്റെ സഹോദരൻ ഒരു മുഴുക്കുടിയനായിരുന്നു, അല്പം ദേഷ്യമൊക്കെയുണ്ട്, എങ്കിലും കഠിനാധ്വാനിയാണ്. അദ്ദേഹം ഒരിക്കലും തന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യില്ല. നിർഭാഗ്യവശാൽ അന്ന് ആ വീട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാവുന്ന ഒരേ ഒരാൾ നീ മാത്രമാണ്. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ജെയിൻ ക്ഷീണിച്ചിരിക്കുന്നത് ആലീസ് കാണുന്നുണ്ട്. ഇന്നലെ സൂസി മമ്മിയുടെ ഉറക്കം കളഞ്ഞില്ലേ? സോറി. എന്താണ് നീ പറഞ്ഞത്? ജെയിൻ അവൾ പറഞ്ഞത് മുഴുമിപ്പിക്കും മുന്നേ അലൻ അങ്ങോട്ടേക്ക് വന്നു. ആലീസിനെ അവളുടെ ആഗ്രഹപ്രകാരം തടാകക്കരയിലേക്ക് കൊണ്ടുപോകുവാൻ ജെയിൻ അലനോട് പറയുന്നു. ഈ വീട് എന്റെ മനസ്സിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നുണ്ട്. ആലീസിനെ തടാകക്കരയിലേക്ക് കൊണ്ടുപോയി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാമെന്ന് ജെയിൻ പറയുന്നു. അലനും ആലീസും അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ ജെയിൻ സൂസിയുടെ മുറിയിലേക്ക് പോകുന്നു. ഫാമിൽ നിന്നും കിട്ടിയ ബലൂണിനൊപ്പം ഉണ്ടായിരുന്ന കീ ഉപയോഗിച്ച് അവൾ ആ മുറി തുറക്കുന്നു. മുറിയിലുണ്ടായിരുന്ന ചിത്രങ്ങളെല്ലാം നോക്കി നടന്ന ജെയിൻ ജനലിലൂടെ നോക്കുമ്പോൾ സൂസി അകലെയുള്ള ഒരു ബിൽഡിംഗിലേക്ക് കയറുന്നത് കാണുന്നു. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഫാമിൽ നിന്നും വിളവെടുപ്പ് കഴിയുമ്പോൾ അവ ശേഖരിച്ചു വെക്കാനുള്ള സ്ഥലമില്ലേ, അതാണ്. മലയാളത്തിൽ കളപ്പുര എന്നും പറയാറുണ്ട്. സൂസി ഗോസ്റ്റായി വന്ന് ജെയിനോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ജെയിൻ എന്തായാലും സൂസിയെ പിന്തുടരാൻ തീരുമാനിച്ചു. കളപ്പുരയിലെത്തിയ ജെയിൻ അതിനുള്ളിൽ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കൂടാരം കാണുന്നു. അതിനുള്ളിൽ ഒരു ബോക്സ് അവൾ കണ്ടെത്തുന്നു. ബോക്സിൽ സൂസിയുടെ ആസ്മ മെഡിസിൻ, ഒരു സ്വിസ് കത്തി, കൂടാതെ ചെറിയൊരു താക്കോലും. ആ താക്കോൽ ജെയിൻ കയ്യിലെടുക്കുന്നു. പെട്ടെന്ന് സൂസി അങ്ങോട്ടേക്ക് വന്നു. നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു, വേഗം ഒളിക്കൂ, മോൺസ്റ്റർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. സൂസി ഷീറ്റ് കൂടാരത്തിലേക്ക് കയറുന്നു. പുറകെ ജെയിനും. ആരോ നടന്നു വരുന്ന ശബ്ദം കേൾക്കാം. സൂസി ആകെ പരിഭ്രാന്തിയാകുന്നു. വേഗം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ സൂസി ജെയിനോട് പറയുന്നു. ആദ്യം ഒന്നും അടിച്ചെങ്കിലും ജെയിൻ കൂടാരത്തിന്റെ തുണി മാറ്റി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ തുണി മുഴുവനായി മാറിയില്ല. ഒടുവിൽ തുണി മാറ്റി മാറ്റി മുന്നോട്ട് പോയ ജെയിൻ അവസാനം എത്തിയത് ആ ഫാമിലേക്കായിരുന്നു. മുൻപ് അവൾക്ക് ലഭിച്ച പോലുള്ള ഒരു ബോക്സ് തറയിൽ കിടപ്പുണ്ട്. ഇത്തവണ അത് തുറന്നു കിടക്കുകയാണ്. അതിനകത്ത് പഴയ ഒരു ഷേവ് ചെയ്യുന്ന കത്തിയും അവൾക്ക് കാണാം. അതേസമയം ആലീസ് താൻ കാണുന്ന ചില പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളെ പറ്റി അലനോട് സംസാരിക്കുകയാണ്. ആ സ്വപ്നത്തിൽ അമ്മയായ ജെയിൻ ചിലപ്പോൾ നിന്നെ ഉപദ്രവിക്കുമെന്ന് ഒരു വൃദ്ധയായ സ്ത്രീ ആലീസിനോട് പറയുകയാണ്. പക്ഷെ ആലീസ് അത് വിശ്വസിക്കുന്നില്ല. കാരണം ബെഡ്റൂമിലെ മോൺസ്റ്റർ ആണ് ഏറ്റവും പ്രശ്നക്കാരനെന്ന് അവൾക്കറിയാം. കുറച്ച് സമയത്തിന് ശേഷം അവർ തിരികെ പോകുവാനായി അവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. പക്ഷെ ദൂരെ നിന്നും ലിയാം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജെയിൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഫാമിലി ഫോട്ടോ ഇല്ലേ, അത് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ആലീസ് ലാവൻഡറിനെ പറ്റി ഒരു പാട്ട് പാടുന്നത് ജെയിൻ കേൾക്കുന്നത്. ജെയിൻ നോക്കുമ്പോഴേക്ക് ആലീസ് കളപ്പുരയിലേക്ക് ഓടുന്നത് കാണുന്നു. ജെയിൻ ആണെങ്കിൽ അവളുടെ പുറകെ ഓടി. എന്നാൽ ജെയിൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് സൂസിയുടെ ഗോസ്റ്റിനെയാണ്. നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ജെയിനി, ഞങ്ങൾക്ക് നിന്നെ ഇവിടെ നിന്നും വിടാൻ പറ്റില്ല. പെട്ടെന്ന് ആലീസ് അവളുടെ പുറകിൽ വരുന്നു. അമ്മ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ നിന്നെ തിരഞ്ഞു നടക്കുകയായിരുന്നു. നീ എന്താണ് പാടിക്കൊണ്ടിരുന്നത്? എവിടെ നിന്നുമാണ് ആ പാട്ട് കേട്ടത്? എനിക്കറിയില്ല എന്ന് ആലീസ് പറയുന്നു. ഇല്ല, നിനക്കതറിയാം, വേഗം പറയൂ എന്നും പറഞ്ഞ് ജെയിൻ ആകെ ദേഷ്യപ്പെടുന്നു. ആകെ മനസ്സ് കൈവിട്ടുപോയ ജെയിൻ ദേഷ്യത്തോടെ അവളുടെ കഴുത്തിൽ പിടിക്കുന്നു. ജെയിൻ എന്തെങ്കിലും മണ്ടത്തരം ചെയ്യുന്നതിന് മുന്നേ ഭാഗ്യത്തിന് അലൻ അങ്ങോട്ടേക്ക് വരുന്നു. നീ എന്താണ് ചെയ്യുന്നത്? നീ അവളെ ഉപദ്രവിക്കുകയാണ്. നിനക്ക് എന്താണ് പറ്റിയത്? അതൊരു ആക്സിഡന്റ് ആയിരുന്നു എന്നും പറഞ്ഞ് ജെയിൻ തിരികെ വീട്ടിലേക്ക് പോകുന്നു. പുറകെ അലനും അങ്ങോട്ടേക്ക് പോകുന്നു. വീടിന് മുന്നിലെത്തി അവർ കാണുന്നത് കാറിന്റെ പുറകുവശത്തെ ടയർ ഒരു കത്തി കൊണ്ട് കുത്തി പഞ്ചറാക്കിയിരിക്കുന്നതാണ്. ഇത് നീ ചെയ്തതാണോ എന്ന് അലൻ ജെയിനോട് ചോദിക്കുന്നു. അവളല്ല അത് ചെയ്തതെന്ന് ജെയിൻ ആണയിടുന്നു. അവർ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആലീസ് ഉച്ചത്തിൽ ഡാഡി ഡാഡി എന്ന് നിലവിളിക്കുന്നു. അത് കേട്ട ജെയിനും അലനും വേഗത്തിൽ വീടിനുള്ളിൽ കയറി ആലീസിന്റെ അടുക്കലെത്തുന്നു. എന്ത് പറ്റി മോളെ? എന്നെ ആരോ ഒരാൾ ഓടിച്ചിട്ടു. എനിക്ക് ആകെ ഭയമാകുന്നു. ആരാണ് നിന്നെ ഓടിച്ചിട്ടത്? മോൺസ്റ്റർ അണ്ടർ ദി ബെഡ്. നമുക്ക് വേഗം എവിടെയെങ്കിലും ഒളിച്ചിരിക്കണം, അയാൾ വരുന്നുണ്ട്. അതായത് കട്ടിലിനടിയിലെ മോൺസ്റ്റർ എന്നാണ് അയാളെ ആലീസ് വിശേഷിപ്പിക്കുന്നത്. പെട്ടെന്ന് ആലീസിന് ആസ്മ അറ്റാക്ക് വരുന്നു. ആദ്യമായാണ് അവൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ജെയിൻ ഇത് മനസ്സിലാകുന്നു. കാരണം സൂസിക്ക് ഇങ്ങനെ വരാറുള്ളതാണ്. അലൻ ആലീസിനെ എടുത്തുകൊണ്ട് താഴേക്ക് ഓടുന്നു. പക്ഷെ താഴെ ചെന്നപ്പോഴേക്കും പുറത്തേക്കുള്ള വാതിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അലൻ ശ്രമിച്ചിട്ടും തുറക്കാൻ സാധിക്കുന്നില്ല. ജെയിൻ സൂസി പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. അതായത് ആ കളപ്പുരയിൽ വെച്ച് സൂസി പറഞ്ഞില്ലേ ജെയിനെ ഇവിടെ നിന്നും വിടാൻ അവർക്ക് സാധിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ ജെയിൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാൻ സാധിക്കില്ല. അതും പറഞ്ഞ് ജെയിൻ പുറകോട്ട് മാറുന്നു. അപ്പോഴേക്കും വാതിൽ തുറക്കുന്നു. അലൻ വേഗം ആലീസിനെയും കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അതായത് ആ വീട്ടിലെ ആത്മാക്കൾക്ക് ജെയിനെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട്. അലൻ പോയ ശേഷം ജെയിൻ ആ വീടിനുള്ളിലൂടെ ഉത്തരങ്ങൾക്കായി പരതാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ചെറിയ കഷ്ണം പേപ്പർ വന്ന് അവളുടെ മുന്നിൽ വീഴുന്നു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, ടാഗ് യു ആർ ഇറ്റ്. അപ്പോൾ ജെയിൻ പറയുകയാണ്, ഓക്കെ ലെറ്റ്സ് പ്ലേ. അപ്പോഴേക്കും സൂസി അവിടെ പ്രത്യക്ഷപ്പെടുകയും ഓടിപ്പോവുകയും ചെയ്യുന്നു. ജെയിൻ അവളെ പിന്തുടർന്നു. അങ്ങനെ അവൾ സൂസിയുടെ മുറിയിലേക്ക് എത്തി. ജെയിൻ കളപ്പുരയിൽ നിന്ന് ലഭിച്ച കുഞ്ഞു താക്കോൽ ഉപയോഗിച്ച് സൂസിയുടെ മ്യൂസിക് ബോക്സ് തുറക്കുന്നു. അതിനുള്ളിൽ അവൾക്ക് മുൻപ് ലഭിച്ചതുപോലുള്ള 2 ബാലറ്റ് ഡാൻസറിന്റെ രൂപങ്ങൾ കാണുന്നു. കൂടാതെ അന്ന് ലഭിച്ച ഫോട്ടോയുടെ ബാക്കി പകുതിയും. അത് കണ്ട ജെയിൻ ഞെട്ടുന്നു. കാരണം അതിലുണ്ടായിരുന്നത് ലിയാമിന്റെ ചിത്രമായിരുന്നു, ജെയിന്റെ അച്ഛൻ. ഇത്രയും നാൾ അവൾ കണ്ടത് അവളുടെ അച്ഛനെ തന്നെയായിരുന്നു. അവൾ അത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സൂസി കട്ടിലിനടിയിൽ നിന്നും ജെയിനെ വിളിക്കുന്നു. ജെയിൻ വേഗം വന്ന് ഇതിനടിയിൽ ഒളിക്ക്, മോൺസ്റ്റർ വരുന്നുണ്ട്, വേഗം ഒളിക്ക്. അത് കേട്ട് ആകെ പരിഭ്രാന്തിയിലായ ജെയിൻ വേഗം കട്ടിലിനടിയിൽ സൂസിയോടൊപ്പം ഒളിക്കുന്നു. ആരോ ഒരാൾ അകത്തേക്ക് വരുന്നു. ശേഷം കട്ടിലിരിക്കുന്ന സൂസിയോട് സംസാരിക്കുകയും അവൾക്ക് ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുകയും ചെയ്യുന്നു. അതേപോലത്തെ ഗിഫ്റ്റ് ബോക്സുകളാണ് ജെയിന് ലഭിച്ചതും. ഭയവും ആകാംക്ഷയും കൂടി വന്ന ജെയിൻ കട്ടിലിനടിയിൽ നിന്നും എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് ഓടുന്നു.
ഓടുന്നു. പുറത്തെത്തി അവൾ കാണുന്നത് സ്റ്റെപ്പ് കയറി വരുന്ന ലിയാമിനെയാണ്. ഞാനല്ല, അവനാണ് മോൺസ്റ്റർ എന്ന് ലിയാം പറയുന്നു. അത് കേട്ട് മുറിക്കുള്ളിലേക്ക് നോക്കി ജെയിൻ കാണുന്നത് സൂസിക്കൊപ്പം ഇരിക്കുന്ന പാട്രിക്കിനെയാണ്, അതായത് ലിയാമിന്റെ സഹോദരൻ. അയാളായിരുന്നു യഥാർത്ഥ മോൺസ്റ്റർ. അയാൾ സൂസിയെ പലപ്പോഴും ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ആ ദുരന്തം നടന്ന രാത്രി ചെറുതായിരുന്ന ജെയിൻ സൂസിയുടെ കട്ടിലിനടിയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പാട്രിക് സൂസിയെ ഉപദ്രവിക്കുന്നതെല്ലാം അവൾ കാണുന്നു. അന്ന് ജെയിന്റെ പേരൻസ് നേരത്തെ വീട്ടിലെത്തിയിരുന്നു. ലിയാം വെള്ളമടിച്ചിരുന്നതുകൊണ്ട് തന്നെ നന്നായി ക്ഷീണിതനായിരുന്നു. അതുകൊണ്ട് തന്നെ താഴെ കൗച്ചിൽ തന്നെ കിടന്ന് അയാൾ ഉറങ്ങിപ്പോകുന്നു. അപ്പോഴേക്കും നമുക്ക് മനസ്സിലാകുകയാണ് മുൻപ് ഷോപ്പിൽ വെച്ച് ജെയിൻ കണ്ടത് അവളുടെ അമ്മ ജെന്നിഫറിനെ തന്നെയായിരുന്നു. അതേസമയം അമ്മയും അച്ഛനും വന്നു പറഞ്ഞ കുഞ്ഞു സൂസി അമ്മയുടെ സഹായത്തിനായി വിളിക്കുന്നു. പാട്രിക് അവളുടെ വായ പൊത്തിപ്പിടിച്ചെങ്കിലും ആ വിളി ജെന്നിഫർ കേൾക്കുന്നു. അവർ വേഗത്തിൽ അവിടെയുണ്ടായിരുന്ന ചുറ്റികയും എടുത്ത് സൂസിയുടെ മുറിയിലെത്തുകയും പാട്രിക്കിനെ കാണുകയും ചെയ്യുന്നു. അവളുടെ അരികിൽ നിന്നും മാറെന്നും പറഞ്ഞ് ജെന്നിഫർ അലറി. ലിയാം ലിയാം അവൾ ഭർത്താവിനെ വിളിക്കുകയാണ്. അത് കണ്ട പാട്രിക് ഓടി വന്ന് അവനെ വിളിക്കരുത്, പ്ലീസ് അവനെ വിളിക്കരുത് എന്നും പറഞ്ഞ് ജെന്നിഫറിന്റെ കയ്യിലുള്ള ചുറ്റിക മേടിക്കാൻ ശ്രമിച്ചു. അവർ തമ്മിൽ ഉന്തും തള്ളുമായി. ഒടുവിൽ ആ ചുറ്റിക ഉപയോഗിച്ച് പാട്രിക് ജെന്നിഫറിനെ കൊല്ലുന്നു. കട്ടിലിനടിയിൽ ഒളിച്ചിരുന്ന ജെയിൻ അമ്മ താഴെ വീഴുന്നത് കാണുന്നു. അമ്മയുടെ തലയിൽ നിന്നും വന്ന രക്തമൊലിച്ചിറങ്ങി ജെയിന്റെ അരികിലേക്ക് എത്തുന്നു. ജെയിൻ ആകെ ഭയന്ന് വിറങ്ങലിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഭയന്ന സൂസിക്ക് ആസ്മ അറ്റാക്ക് ഉണ്ടാകുന്നു. അപ്പോഴേക്കും കുഞ്ഞു ജെയിൻ കട്ടിലിനടിയിൽ നിന്നും എണീറ്റ് പുറത്തേക്ക് ഓടുന്നു. സൂസിയെ സഹായിക്കുന്നതിന് പകരം പാട്രിക് ജെയിനിന് പുറകെ ഓടുന്നു. ഒച്ചയും ബഹളവും കേട്ട ലിയാം ഒടുവിൽ ബോധത്തിലേക്ക് വരുന്നു. അതേസമയം കുഞ്ഞു ജെയിൻ ഒരു ഷേവറുമായി ബാത്റൂമിൽ ഒളിക്കുന്നു. ജെയിനെ കണ്ടെത്തിയ പാട്രിക് അവളുടെ അരികിലെത്തിയതും കയ്യിലിരുന്ന ഷേവർ ഉപയോഗിച്ച് പാട്രിക്കിന്റെ കയ്യിൽ വെട്ടിയ ശേഷം ജെയിൻ അവിടെ നിന്നും വീണ്ടും ഓടുന്നു. സ്റ്റെയർ കേസിലൂടെ താഴേക്ക് പോകുവാൻ അവൾ വേഗത്തിൽ വന്നതും മുകളിലേക്ക് കയറി വന്ന ലിയാവുമായി കൂട്ടിയിടിക്കുകയും രണ്ടുപേരും കൂടി സ്റ്റെയർ കേസിലൂടെ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. താഴെ എത്തിയ രണ്ടുപേരുടെയും തല ശക്തമായി തറയിലിടിക്കുകയും ചെയ്യുന്നു. ശക്തമായ ഇടിയിൽ ലിയാൻ തൽക്ഷണം മരിക്കുന്നു. എന്നാൽ ജെയിന്റെ തലയ്ക്ക് പരിക്കുകൾ ഉണ്ടാകുകയും ബോധം കെടുകയും ചെയ്യുന്നു. ഈ അപകടം മൂലമാണ് ജെയിന് ഒന്നും ഓർത്തെടുക്കാൻ സാധിക്കാത്തത്. ലിയാം മരിച്ചു കിടക്കുന്നത് കണ്ട പാട്രിക് സൂസിയുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ആസ്മ അറ്റാക്ക് അവളുടെ ജീവൻ എടുത്തിരുന്നു. താൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ആ ചുറ്റിക പാട്രിക് സഹോദരന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു. അല്പസമയത്തിനുള്ളിൽ ജെയിനിന് ബോധം വരുന്നു. കണ്ണു തുറക്കുമ്പോൾ അവൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ലിയാമിനെയാണ്. മരിച്ചു കിടക്കുന്ന അച്ഛനെ കണ്ട അവൾ ആകെ ഭയക്കുകയും മുറിയുടെ ഒരു മൂലയിൽ പോയി നിർവികാരയായി ഇരിക്കുകയും ചെയ്യുന്നു. പിന്നീട് പോലീസ് വരുമ്പോൾ ഈ അവസ്ഥയിലായിരുന്നു ജെയിൻ. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ജെയിൻ അവളുടെ തൊട്ടടുത്തായി അച്ഛന്റെ ഗോസ്റ്റ് ഇരിക്കുന്നത് കാണുന്നു. ഡാഡിക്ക് എന്നോടെല്ലാം തുറന്നു പറയാൻ പാടില്ലായിരുന്നു. മോളെ, ഞങ്ങളെല്ലാം ഇവിടെ ട്രാപ്പഡ് ആണ്. നിനക്ക് സത്യങ്ങൾ ബോധ്യപ്പെടുത്തി തരാൻ, നിന്നെ ഗൈഡ് ചെയ്യാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. നിനക്ക് ഞങ്ങളെ ഈ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് മോക്ഷം ലഭിക്കാൻ അതുവഴി സാധിക്കും. അവൾ തന്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു. നീ സോറിയൊന്നും പറയരുത്, ഞങ്ങൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അപ്പോഴേക്കും അലൻ അങ്ങോട്ടേക്ക് വരുന്നു. അലൻ വരുമ്പോഴേക്കും അവളുടെ ഫാമിലി അപ്രത്യക്ഷമാകുന്നു. ആലീസ് എവിടെ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ റോഡിലേക്ക് എത്തിയപ്പോഴേക്കും അവളുടെ അസുഖം മാറി. ഞങ്ങൾ തിരിച്ചു പോന്നു. അവൾ ഇപ്പോൾ പാട്രിക്കിന്റെ അടുത്താണ്. ഇത് കേട്ട് ആലീസ് ആകെ അസ്വസ്ഥയാകുന്നു. അവൾ വേഗം കാറിലേക്ക് കയറുന്നു. ഒന്നും മനസ്സിലാകാതെ അലൻ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ മറുപടിയൊന്നും പറയാതെ ടയർ പഞ്ചറാണെങ്കിലും കാർ അതിവേഗത്തിൽ ഓടിക്കുന്നു. അതേസമയം പാട്രിക് ആലീസിനോട് സംസാരിക്കുകയാണ്. നമ്മൾ ആ പശുക്കളുമായി കളിച്ച ഗെയിം നിനക്ക് ഇഷ്ടപ്പെട്ടിരുന്നോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് വീണ്ടും അവരുമായി കളിക്കാം. പക്ഷേ നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായമാണ് വേണ്ടത്? അത് നമ്മുടെ ചെറിയൊരു സീക്രട്ട് ആയിരിക്കും. മോൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കുമോ? ഇതൊരു ചെറിയ ഗെയിം മാത്രമാണ് സൂസി. പാട്രിക് അറിയാതെ ആലീസിനെ സൂസി എന്നാണ് വിളിച്ചത്. നിങ്ങളുമായി ഗെയിം കളിക്കരുതെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. ആരാണ് ഇങ്ങനെ മോളോട് പറഞ്ഞത്? അതെനിക്കറിയില്ല എന്ന മറുപടിയാണ് ആലീസ് നൽകിയത്. പാട്രിക് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴേക്ക് ജെയിനും അല്ലൻ കാറിൽ അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നു. ഇത് കണ്ടതും നമുക്ക് പശുത്തൊഴുത്തിലേക്ക് പോകാമെന്നും പറഞ്ഞ് ആലീസുമായി പാട്രിക് നടക്കുന്നു. പോകുന്ന വഴിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു തോക്ക് പാട്രിക് എടുക്കുന്നു. പശുത്തൊഴുത്തിലെത്തിയ അവർ പശുക്കളെയും കണ്ട് നടക്കുമ്പോൾ അലൻ അവരുടെ പുറകിലെത്തി. പെട്ടെന്ന് പാട്രിക് അലന് നേരെ വെടിവെക്കുന്നു. അലൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അവന് വെടിയേറ്റില്ല. ആലീസിനെ ഉപദ്രവിക്കരുതെന്ന് അലൻ പറയുന്നു. അലൻ പാട്രിക്കിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ വഴങ്ങുന്നില്ല. അയാൾ വീണ്ടും അലനെ വെടിവെക്കാൻ പോയതും അപ്പുറത്തെ വശത്ത് നിന്നും എത്തിയ ജെയിൻ പാട്രിക്കിന്റെ തലയിൽ ഒരു ഷവൽ ഉപയോഗിച്ച് ശക്തമായി അടിക്കുന്നു. അതോടെ അയാളുടെ ബോധം പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ബോധം വരുമ്പോൾ പാട്രിക് ഇപ്പോൾ സൂസിയുടെ മുറിയിലാണ്. അയാളുടെ കൈകൾ കെട്ടിയിട്ടിരുന്നു. ആലീസ് അവിടെ ഉണ്ടായിരുന്ന സൂസിയുടെ മ്യൂസിക് ബോക്സ് തുറക്കുന്നു. എന്നെ തുറന്നു വിടൂ പ്ലീസ്, എന്നെ ഇവിടെ ഇട്ടേച്ചും പോകരുത്. അതൊക്കെ നീ അവരോട് പറഞ്ഞോ. ശേഷം ജെയിൻ മുറിയുടെ വാതിലും അടച്ച് അവിടെ നിന്നും പോകുന്നു. അതോടെ ആ ഗോസ്റ്റുകൾക്ക് തങ്ങളുടെ പ്രതികാരം തീർക്കാമല്ലോ. അവർക്കിനി മോക്ഷം ലഭിക്കും. ജെയിൻ താഴേക്ക് പോകുമ്പോൾ സൂസിയുടെ മുറിയിലെ മ്യൂസിക് ബോക്സ് പാട്ട് പാടാൻ തുടങ്ങി. അവളുടെ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു. അവൾ തന്റെ കുടുംബ കല്ലറ സന്ദർശിക്കുന്നു. അവിടെ തന്റെ അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന ഫാമിലി ഫോട്ടോ ആ കല്ലറയോട് ചേർത്ത് അവൾ വെക്കുന്നു. അങ്ങനെ തന്നെ കുഴക്കിയിരുന്ന പൂർവ്വകാല ചാപ്റ്റർ അവൾ അവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി അലനും മകളുമായിട്ടുള്ള പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ജെയിൻ. അപ്പോൾ അവൾ തന്റെ അനിയത്തി പാടുന്ന പാട്ടിന്റെ ആ വരികൾ കേട്ടു. ഒലി ഒലി ഓക്സൻ ഫ്രീ. അതേസമയം പാട്രിക് ജെയിന്റെ വീട്ടിൽ കിടന്ന് അലർന്ന ശബ്ദം കേൾക്കുന്നതോടെ സിനിമയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.